ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 20 ആണ്. ഏർണിംഗ് പെർ ഷെയർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏർണിംഗ് പെർ ഷെയർ ആൻഡ് ഇറ്റ്സ് കാൽക്കുലേഷൻ. ഒരു കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആരാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സോ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കമ്പനി ടു മേക്ക് പ്രോഫിറ്റ് ഫോർ ദി ഓണർ. നമ്മൾ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡെഫിനറ്റ്ലി കൊടുക്കേണ്ടി വരും, ബിക്കോസ് ദേ ആർ പ്രൊവൈഡിങ് ക്യാപിറ്റൽ. So, by identifying earning per share or EPS, we can easily find out how much profit provided by the company to each equity shareholders. This is simply EPS. Earning per share or EPS എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ റേഷ്യോ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ബിസിനസ് എൻറ്റിറ്റീസ്. അത് യൂസ് ചെയ്യുന്നത് ടു ഇവാലുവേറ്റ് ദ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ് ആണ്. അപ്പോൾ അതെന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ഓഫ് ദ ബിസിനസ്. എന്താണ് ഓപ്പറേറ്റിംഗ് പെർഫോമൻസ്? ദാറ്റ് ഈസ് ഹൗ മച്ച് പ്രോഫിറ്റ് ജനറേറ്റഡ് ബൈ ദ കമ്പനി ത്രൂ ഇറ്റ്സ് ഓപ്പറേഷൻസ്. അപ്പം അങ്ങനെ ആ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പോകും, ബിക്കോസ് അവർ ഓണേഴ്സാണ്. അപ്പോൾ കമ്പനി എത്ര പ്രോഫിറ്റാണ് ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ EPS അല്ലെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഏർണിംഗ് പെർ ഷെയർ ഓർ EPS എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ റേഷ്യോ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ബിസിനസ് എൻറ്റിറ്റീസ്. അത് യൂസ് ചെയ്യുന്നത് ടു ഇവാലുവേറ്റ് ദ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ് ആണ്. അപ്പോൾ അതെന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ഓഫ് ദ ബിസിനസ്. എന്താണ് ഓപ്പറേറ്റിംഗ് പെർഫോമൻസ്? ദാറ്റ് ഈസ് ഹൗ മച്ച് പ്രോഫിറ്റ് ജനറേറ്റഡ് ബൈ ദ കമ്പനി ത്രൂ ഇറ്റ്സ് ഓപ്പറേഷൻസ്. അപ്പം അങ്ങനെ ആ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പോകും, ബിക്കോസ് അവർ ഓണേഴ്സാണ്. അപ്പോൾ കമ്പനി എത്ര പ്രോഫിറ്റാണ് ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ EPS അല്ലെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി AS20 ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് എന്തായിരിക്കും ഒബ്ജക്റ്റീവ്? ഇറ്റ് സേസ് അബൌട്ട് പ്രിൻസിപ്പിൾസ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് EPS കണ്ടുപിടിക്കാനുള്ളത്. ഹൗ ടു ഫൈൻഡ് ഔട്ട് EPS, കാൽക്കുലേഷൻ ഓഫ് EPS അതെങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ P&L അക്കൗണ്ടിൽ അത് സെപ്പറേറ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സെപ്പറേറ്റ് ആയിട്ട് അത് കാണിച്ചിരിക്കണമെന്നും പറയുന്നുണ്ട്. അതായത് പ്രിപ്പറേഷൻ ഓഫ് EPSനെ കുറിച്ച് പറയുന്നു. അതാണ് ബേസിക്. അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 20 അനുസരിച്ചായിരിക്കണം എന്നാണ് പറയുന്നത്. സെക്കൻഡ്ലി, നമുക്ക് EPS കണ്ടുപിടിക്കുന്ന വഴി ഡിഫറെൻറ്റ് എൻ്റർപ്രൈസസിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ്, അതായത് ഹൊറിസോണ്ടൽ ആയാലും വെർട്ടിക്കൽ കമ്പാരിസൺ ആയാലും നമുക്ക് പോസിബിൾ ആവും ത്രൂ ഫൈൻഡിങ് ഔട്ട് ദ EPS. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മെയിൻ AS20 പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഒന്ന് പ്രിപ്പറേഷൻ ഓഫ് EPS, ദെൻ പ്രസൻറ്റേഷൻ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് EPS നോക്കാം. രണ്ട് ടൈപ്സ് EPS ആണ്. ഒന്ന് ബേസിക് EPS, സെക്കൻഡ് ഡൈല്യൂട്ടഡ് EPS. നൗ EPS means earning per share. Then what will be earnings? Simply it means profit earned by the company during a particular year. If you divide that earnings with number of equity shares, you will get EPS. So how much profit earned by the company for equity shareholders known as EPS. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതാണ് പറഞ്ഞത്. അതായത് ആ ഏർണിങ്സിന് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഏർണിംഗ് പെർ ഷെയർ കിട്ടും. അപ്പോൾ ഓരോ ഷെയർ ഹോൾഡേഴ്സിനും, ഓരോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും എത്രയാണ് ഈ കമ്പനി ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ് എന്ന് നമുക്ക് EPS ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിലൂടെ അറിയാൻ പറ്റുന്നു. സോ ഹൗവർ ഫോർ കാൽക്കുലേറ്റിംഗ് ബേസിക്, ബട്ട് ഇവിടെ നമ്മൾ EPS കാണുമ്പോൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ജസ്റ്റ് നമുക്ക് ഏർണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്നല്ല. ഇക്വേഷൻ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ഇവിടെ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ഏൺ ബൈ കമ്പനിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഏർണിങ്സ് കറക്റ്റായിട്ട് എന്താണ് ഇവിടെ എടുക്കേണ്ടത്? പ്രോഫിറ്റ് attributable to equity shareholders, that is profit available to equity shareholders. അതായത് കമ്പനി ജനറേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോഫിറ്റും അവിടെ ഏർണിങ്സ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. എത്രയാണോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാറ്റി വെച്ചത്, ദാറ്റ് ഈസ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് പ്രോഫിറ്റ് സെറ്റ് അസൈഡ് ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് മാത്രമാണ് അവിടെ ഏർണിങ്സിൽ എടുക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഓൺലി ഷുഡ് ബി ടേക്കൻ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് EPS. അപ്പോൾ അവിടെ ന്യൂമറേറ്ററിൽ ഏർണിങ്സിൽ എന്തെടുക്കണം എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ന്യൂമറേറ്ററിൽ ഏർണിങ്സ് ആയിട്ട് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഹൗ വി വിൽ അറൈവ് ടു ദാറ്റ് പെർട്ടിക്കുലർ എമൗണ്ട്? നമ്മൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കറിയാം. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യില്ലേ.
അപ്പോൾ അതിൽ ഇൻകം എക്സ്പെൻസ് ഒക്കെ എഴുതും. ഇൻകം ഈസ് ഹയർ ദാൻ എക്സ്പെൻസ്, പ്രോഫിറ്റ് വിൽ ബി ദർ. ഓക്കെ, ആ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, വി വിൽ ഗെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ്. ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് അവൈലബിൾ ടു ബോത്ത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, എല്ലാവർക്കും കൂടിയിട്ടുള്ള പ്രോഫിറ്റാണ്, ഷെയർ ഹോൾഡേഴ്സിനുള്ള പ്രോഫിറ്റാണ്. അതിൽ നിന്ന് നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് ലെസ് ചെയ്യണം. പ്രിഫറൻസ് ഡിവിഡൻഡ് ലെസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിൽ അഗെയിൻ യു ഹാവ് ടു ഡിഡക്ട് CDT. CDT മീൻസ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഓൺ പ്രിഫറൻസ് ഡിവിഡൻഡ്. അതും കൂടി ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈനിങ് എമൗണ്ട് ആണ് ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് പറയൂ, എന്തിനാണ് നമ്മൾ ഈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വൈ വി വാണ്ട് ടു ഗോ ഫോർ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ്? അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്താണ്? അതായത് ഈ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പോൾ സെയിം ടൈപ്പ് ഓഫ് ഷെയർസ് ആണെന്ന് വിചാരിക്കും. അത് 2 ഡിഫറെൻറ്റ് പീരീഡ്സിൽ ഈ കമ്പനി സെയിം ടൈപ്പ് ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യണം. So it is not justifiable that to take the entire class of shares as one. Because ഇപ്പോൾ ഒരു കമ്പനി 1st April ഇഷ്യൂ ചെയ്തു, അപ്പോൾ ആ 1st April ഇഷ്യൂ ചെയ്ത ആ ഷെയർസ് ആ എൻറ്റയർ ആ ഒരു പീരീഡിൽ ഉണ്ടായിരിക്കാം, ആ ഒരു വർഷം. ദെൻ ഇനി 1st January ഇഷ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു, 1st January ഓഫ് നെക്സ്റ്റ് ഇയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓൺലി ഫോർ 3 monthsേ ആ ഷെയർസ് നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. അതായത് ഒരു കമ്പനി 1st April ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ എൻറ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനിയുടെ അടുത്ത് ഈ ഷെയർസ് ഉണ്ടായിരിക്കും അല്ലേ. ഇനി വാട്ട് ഇഫ് ദ കമ്പനി ഇഷ്യൂസ് ഷെയർസ് ഓൺ 1st January ഓഫ് നെക്സ്റ്റ് ഇയർ. അപ്പോൾ 1st January ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ഈ കമ്പനിയുടെ അടുത്ത് ആ എൻറ്റയർ ഫിനാൻഷ്യൽ ഇയർ ഉണ്ടായിരിക്കും. ഓൺലി ഫോർ 3 months ഇറ്റ് വിൽ ബി ദർ. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് അത്രേ ഉണ്ടാവുള്ളൂ, ഓൺലി ഫോർ 3 months. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റിഫയബിൾ. നമുക്ക് എല്ലാ ഷെയറും കൂടി ഒരേപോലെ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇനി അതുപോലെ തന്നെ സെയിം ടൈപ്പ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഡിഫറെൻറ്റ് പെയ്ഡപ്പ് വാല്യൂവിന് ഇഷ്യൂ ചെയ്യാം. സെയിം ടൈപ്പ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഡിഫറെൻറ്റ് പെയ്ഡപ്പ് വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെയും ഡിഫറൻസ് വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള സർക്കംസ്റ്റാൻസസിലൊക്കെ നമുക്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റിഫയബിൾ ദാറ്റ് ടു ടേക്ക് ഓൾ ദ ഷെയർസ് ആസ് വൺ. നമുക്ക് ആ എൻറ്റയർ ക്ലാസ് ഓഫ് ഷെയർസിന് ഒരുപോലെ എടുത്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേഷനിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻറ്റു പീരീഡ് ഓഫ് വെയ്റ്റ് ഇൻറ്റു വാല്യൂ വെയ്റ്റ്. അപ്പോൾ ആ ഇക്വേഷൻ ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻറ്റു പീരീഡ് വെയ്റ്റ് ഇൻറ്റു വാല്യൂ വെയ്റ്റ്. അപ്പോൾ എന്താണ് പീരീഡ് വെയ്റ്റ്? ദാറ്റ് ഈസ് ഹൗ മെനി മന്ത്സ് ദ ഷെയർ ഹാസ് ബീൻ ഇൻ ദ കമ്പനി. അപ്പോൾ ഈ കമ്പനിയിൽ ഈ ഷെയർസ് എത്ര പീരീഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ചില ഷെയർസ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു, ചിലത് 12 months ഉണ്ടായിരിക്കും, 1 year. ഓക്കെ, ചില ഷെയർസ് 6 months ആയിരിക്കും, ചിലത് മേ ബി 3 months ആയിരിക്കും. അപ്പോൾ എത്ര മന്ത്സ് ദ ഷെയർ ഹാസ് ബീൻ ഇൻ ദ കമ്പനി. അപ്പോൾ അതാണ് ആ പീരീഡ് വെയ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് വാല്യൂ വെയ്റ്റ്? ദാറ്റ് ഈസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്. ഇപ്പോൾ പെയ്ഡ് അപ്പ് വാല്യൂ ഫേസ് വാല്യൂ ഒന്നാണെന്നുണ്ടെങ്കിൽ, സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ വാല്യൂ വെയ്റ്റ് 1 ആണ് കിട്ടുക. ഇനി ചില കേസിൽ പെയ്ഡ് അപ്പ് വാല്യൂ ഇപ്പോൾ മേ ബി ഡിഫറെൻ്റ് ആയിരിക്കും. പെയ്ഡ് അപ്പ് വാല്യൂ 6, ഫേസ് വാല്യൂ 10 ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് 6 ഡിവൈഡഡ് ബൈ 10 അപ്പോൾ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഷെയർ. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ദാറ്റ് ഈസ് PBIT of a company is rupees 100 crore. That is profit before interest and tax. Okay. Then interest is rupees 20 crore. Tax at the rate 30%. You have to transfer to general reserve rupees 4 crore. Mandatory reserve rupees 1 crore. Equity dividend 20 crore. And preference dividend 10 crore. And CDT of 3 crore. കാൽക്കുലേറ്റ് ഏർണിങ്സ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇതാണ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് PBIT എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 100 crore ആണ്. അതിൽ നിന്ന് ഫസ്റ്റ് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുക, 20 crore ആണ്. ലെസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 80 crore കിട്ടും. ദെൻ അതിൽ നിന്ന് ടാക്സ് യു ഹാവ് ടു ഡിഡക്ട്. ടാക്സ് എത്രയാണ്? 30%. ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് എന്താ? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഹൗ മച്ച്? 100 crore. 100 CR എഴുതി. സോ അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യണം അല്ലേ. ഇൻട്രസ്റ്റ് സ്റ്റേറ്റഡ് ഇൻ ദ പ്രോബ്ലം റൈറ്റ്, 20 ആണ്. സോ വി ഹാവ് ടു ഡിഡക്ട് 20 ഫ്രം ദിസ് 100. ദെൻ വി വിൽ ഗെറ്റ് 80 CR. ഓക്കെ, ദെൻ യു ഹാവ് ടു ഡിഡക്ട് ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 30%. സോ 80 minus 24
then 56. ഈ 56 സി ആർക്കുള്ളതാണ്? ഇറ്റ്സ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ബോത്ത്, രണ്ട് പാർട്ടീസിനുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ഡിഡക്റ്റ് ചെയ്യണം? പ്രിഫറൻസ് ഡിവിഡൻഡ് ലെസ് ചെയ്യണം. See the questions. They have asked to transfer to general reserve 4 crore. But this is a part of equity. Obviously, no need to deduct. Mandatory reserve 2 crore. That's also a part of equity. Equity dividend, obviously a part of equity. And preference dividend 10 crore. That's you have to deduct, okay? Then we will get 46 crore. Then we have to deduct CDT. CDT here in question 3 crore. So remember, ഈ സി ഡി ടി പറയുമ്പോൾ ഈ 3 crore that consists of CDT paid for equity dividend and CDT paid for preference dividend. ഇക്വിറ്റി ഡിവിഡൻറ്റിന് കൊടുത്ത ടാക്സും അതുപോലെ തന്നെ പ്രിഫറൻസ് ഡിവിഡൻറ്റിന് കൊടുത്ത കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സും അതിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ നമുക്ക് ഇവിടെ പ്രിഫറൻസ് ഷെയറിൻ്റെ സി ഡി ടി മാത്രം എടുത്താൽ മതി. അപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻറ്റിൻ്റെ സി ഡി ടി മാത്രം എടുത്ത് നമുക്ക് ഇവിടെ ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഹൗ മച്ച് പെയ്ഡ് ഫോർ ഇക്വിറ്റി, ഹൗ മച്ച് പെയ്ഡ് ഫോർ പ്രിഫറൻസ് എന്നുള്ളത് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടില്ല. ബട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇക്വിറ്റി ഡിവിഡൻഡ് ഹിയർ 20 crore ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് 10 crore. So take the proportion 20:10. So 2:1, right? അപ്പോൾ സി ഡി ടി ഫോർ പ്രിഫറൻസ് ഷെയർ വിൽ ബി 1 crore. So we need to deduct this 1 crore from this 46 crore. Then we will get 45 crore. So that is the earnings available to equity shareholders. Okay.